കഴിഞ്ഞ മഴക്കാലം വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഈ മഴക്കാലത്ത് സാധാരണയിൽ കവിഞ്ഞ് മഴ കിട്ടാനുള്ള സാധ്യത തന്നെയാണോ താങ്കൾ കാണുന്നത്? ഇതിപ്പോൾ മൺസൂൺ എന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലല്ലോ, പക്ഷെ അടുത്ത ദിവസങ്ങളിൽ മൺസൂൺ വരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വേനൽ മഴയുടെ എക്സ്റ്റൻഷനായിട്ട് മൺസൂൺ അങ്ങ് വരികയാണോ? ഇല്ല, വേനൽ മഴയുടെ സാഹചര്യം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് പറയാമായിരുന്നു. വേനൽ മഴയാണ് നമുക്ക് കിട്ടുന്നത് പറയാം. കാര്യം അത് മെയിനായിട്ടും നമ്മുടെ മൺസൂണിൻ്റെ കാറ്റിൻ്റെ വേഗത, അതേപോലെ വേഗത, ഗതി, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ശരിക്കും അത് പറയുന്നത്. പക്ഷേ ഈ ഒരു ആഴ്ചയിൽ ആ സാഹചര്യങ്ങൾ മാറി. ശരിക്കും മൺസൂണിൻ്റെ മൺസൂണിൻ്റെ ഓൺസെറ്റിലേക്കുള്ള സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് IMD ആണ്. അത് 1, 2, 3 ദിവസത്തിനുള്ളിൽ അത് പ്രഖ്യാപിക്കുമായിരിക്കാം. പക്ഷേ ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ് ശരിക്കും ഇത്. നമുക്ക് വേനൽ മഴ കഴിഞ്ഞിട്ടുള്ള മൺസൂണിൻ്റെ ട്രാൻസിഷൻ പീരീഡാണ്. ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന മഴയാണ് ശരിക്കും നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ആദ്യം പറഞ്ഞ സാഹചര്യങ്ങൾ, നമ്മുടെ ഈ ഒരു സൗത്ത് വെസ്റ്റ് കോസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ ചേഞ്ച് ഉണ്ട്. പ്രധാനമായിട്ടും ഹ്യൂമിഡിറ്റിയുടെ കോൺസെൻട്രേഷൻ, ഒരു ബാഷ്പത്തിൻ്റെ കേന്ദ്രീകരണം കൂടുതലായതുകൊണ്ട് മേഘങ്ങളുണ്ടാകുമ്പോൾ ആ ഒരു കൃത്യ സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള മേഘങ്ങൾ, അതേപോലെ അതുവഴി അതിശക്തമായിട്ടുള്ള മഴകൾ ഉണ്ടാകും. അപ്പം ഇനി വരുന്ന മൺസൂൺ സമയങ്ങളിലും തീർച്ചയായിട്ടും ഇതേപോലുള്ള മഴ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അപ്പം അവിടെയും നമുക്ക് ഇതേപോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഫ്ലഡും ഇതേപോലെ വാട്ടർ ലോഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മഴ വരുമെന്നും ഒക്കെ നമുക്ക് പണ്ട് പോലെ അറിയാം. 10-30 കൊല്ലം മുമ്പ് തന്നെ നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന മഴ ഇങ്ങനെയാണ്. അതേപോലെ തന്നെ കേരള തീരത്തുള്ള സവിശേഷമായുള്ള സാഹചര്യങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്ത് പ്ലാനിങ് നടത്തണമെങ്കിലും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെയും നമുക്ക് ഫ്ലഡിങ് ഉണ്ടാവും, ഈ പറയുന്ന സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം ഇതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം ഇനി ഫ്യൂച്ചറിലുള്ള മഴക്കാല റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്ലാനിങ്ങും മുന്നോട്ട് കൊണ്ടുപോകും.